പത്തനംതിട്ട സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപ തുക തിരിച്ചു കിട്ടാത്തതിൽ പ്രതിഷേധം കടുക്കുന്നു. പണം തിരികെ ലഭിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് നിക്ഷേപകർ. സാമ്പത്തിക ക്രമക്കേടൊന്നും നടന്നിട്ടില്ലെന്നും നിക്ഷേപകരെല്ലാം ഒരുമിച്ച് പണം തിരികെ ആവശ്യപ്പെട്ടതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നുമാണ് ബാങ്ക് അധികൃതരുടെ പ്രതികരണം. റോയ് ജോൺ, സത്യപാലൻ എന്നീ രണ്ട് നിക്ഷേപകരാണ് UDF ഭരിക്കുന്ന പത്തനംതിട്ട സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ തുക തിരികെ ആവശ്യപ്പെട്ടെത്തിയത്. തുക നൽകാൻ ബാങ്ക് അധികൃതർക്ക് കഴിഞ്ഞില്ല. നിക്ഷേപ തുക ലഭിക്കാതെ മടങ്ങില്ലെന്നായി നിക്ഷേപകർ. റോയ് ജോണിന് 2.5 ലക്ഷം രൂപയും സത്യപാലന് 8.5 ലക്ഷം രൂപയുമാണ് കിട്ടാനുണ്ടായിരുന്നത്. ഇന്നലെയും വിളിച്ചു പറഞ്ഞു, പിന്നെ ചെക്ക് കൊണ്ട് കൊടുത്തപ്പോൾ പറഞ്ഞു ഇന്നലെ പൈസ ഇല്ല, നിന്ന് തരാമെന്ന് പറഞ്ഞു. ഇന്ന് വന്നപ്പോഴും പറയുന്നു പൈസ അറിയില്ല, പിന്നെ എപ്പോഴേലും തരാം, പൈസ വരുമ്പോൾ തരാം. എനിക്ക് 8 ലക്ഷം രൂപ ഇനി കിട്ടാനുണ്ട്. പണം ലോണുകാർ കൊണ്ടുവരുന്നുണ്ട്, അവർ തിരിച്ചടച്ചെങ്കിലേ പൈസ തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറച്ച് 2 മാസം കൊണ്ട് ഇങ്ങനെ ഇട്ട് കളിപ്പിക്കും. ബാങ്കിൽ 75 കോടിയോളം രൂപയുടെ നിക്ഷേപമുണ്ടായിരുന്നു. നിലവിൽ 35 കോടിയോളം രൂപയാണ് നിക്ഷേപമുള്ളത്. ഒറ്റയടിക്ക് 300ഓളം നിക്ഷേപകർ നിക്ഷേപ തുക പിൻവലിക്കാനായി എത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും വായ്പ നൽകിയ തുക 30 കോടിയോളം തിരികെ ലഭിക്കാനുണ്ടെന്നും ബാങ്ക് സെക്രട്ടറി ജോജി വർഗീസ് വ്യക്തമാക്കി. നമുക്ക് 75 കോടി രൂപയോളം ഡെപ്പോസിറ്റ് ഉള്ളതായിരുന്നു. ലോൺ ഏതാണ്ട് ഒരു 40 കോടി കൂടുതൽ നമ്മൾ പോയിട്ടുണ്ട്. ബാക്കിയെല്ലാം നിക്ഷേപകർ പിൻവലിച്ചായിരുന്നു. സമീപ പ്രദേശങ്ങളിലെ സഹകരണ ബാങ്കുകളിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നതിനാൽ നിക്ഷേപകർ കൂട്ടത്തോടെ തങ്ങളുടെ ബാങ്കിൽ നിന്നും തുക പിൻവലിക്കാൻ എത്തിയതായും പത്തനംതിട്ട സർവീസ് സഹകരണ ബാങ്കിൽ യാതൊരു സാമ്പത്തിക ക്രമക്കേടും നടന്നിട്ടില്ല. നിക്ഷേപകർ കൂട്ടമായിട്ട് വന്ന് എല്ലാവരും വന്ന് നിക്ഷേപം പിൻവലിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ബാങ്ക് ടൈറ്റ് ആകും. നിക്ഷേപകരുടെ നിക്ഷേപം ഒരിക്കലും നഷ്ടപ്പെടില്ലെന്ന് ബാങ്ക് ഭരണസമിതി അംഗം CK അർജുനനും വ്യക്തമാക്കി. ഇപ്പം നമുക്ക് പണങ്ങൾ കിട്ടാനുണ്ട്. നമ്മളിപ്പോൾ 4 പ്രാവശ്യത്തോളമായിട്ട് ജപ്തിനോടും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം പക്ഷേ അല്ലാതെ ആരും ലേലത്തിൽ പങ്കെടുത്തില്ല. ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന. അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും പണം നമുക്ക് ഉടൻ തന്നെ കൊടുക്കാൻ പറ്റും. നിക്ഷേപകർക്ക് എന്ന് നിക്ഷേപ തുക തിരികെ നൽകാൻ കഴിയുമെന്ന് കൃത്യമായി പറയാൻ കഴിയില്ലെന്ന് ബാങ്ക് അധികൃതർ പറയുന്നു. വായ്പാ തുക തിരികെ ലഭിക്കുന്നതിനനുസരിച്ച് നിക്ഷേപ തുകയും നൽകുമെന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. റിപ്പോർട്ടർ, പത്തനംതിട്ട.